ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത ഘട്ടം LDC എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് പ്രയോജനപ്രദമാവുന്ന കറണ്ട് അഫയർ ടോപ്പിക്കായ നോബൽ പ്രൈസ് 2023 നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോവാണ്. അതും വളരെ എളുപ്പത്തിൽ കുറച്ച് കോഡുകളൊക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ പഠിച്ചങ്ങെടുക്കാം. അപ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോബൽ പ്രൈസ് 2023 അങ്ങ് പഠിക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങളോടൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്താണ്? നോബൽ പ്രൈസ് 2023. അപ്പോൾ 2023 നോബൽ പ്രൈസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇനി വരുന്ന അടുത്ത ഘട്ടങ്ങളിലെ എക്സാമിൽ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് ഒരു മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നേടിയെടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നോബൽ പ്രൈസ് 6 വിഭാഗങ്ങൾക്കാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ഏത് വിഭാഗങ്ങൾക്കാണ്? വൈദ്യശാസ്ത്രം, അതുപോലെ തന്നെ ഭൗതികശാസ്ത്രം, രസതന്ത്രം, സാഹിത്യം, സാമ്പത്തിക ശാസ്ത്രം, പിന്നെ സമാധാനം. ഇങ്ങനെ തുടങ്ങി 6 സബ്ജക്ട്സിനാണ് നമ്മുടെ നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈദ്യശാസ്ത്രത്തിന് 2023 വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് 2 പേർക്കാണ്. ആരൊക്കെയാണ്? ഡ്രൂ വൈസ്മാനും അതുപോലെ തന്നെ ഡോക്ടർ കാറ്റലിൻ കരീക്കോയുമാണ്. അപ്പോൾ ഡ്രൂ വൈസ്മാനും ഡോക്ടർ കാറ്റലിൻ കരീക്കോയ്ക്കുമാണ് നമ്മുടെ വൈദ്യശാസ്ത്രത്തിനുള്ള 2023 സമ്മാനം ലഭിച്ചത്. അപ്പോൾ ഡ്രൂ വൈസ്മാൻ ഏതാണ്? USA കാരനാണ്. അതുപോലെ തന്നെ ഡോക്ടർ കാറ്റലിൻ കരീക്കോയോ ഹംഗറിക്കാരിയാണ് കേട്ടോ. ഹംഗറിയാണ് അവരുടെ സ്വദേശം വരുന്നത്. എന്തിനാണ് ഇവർക്ക്, ഏത് വിഷയത്തിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്? അതൊക്കെ PSC എടുത്തെടുത്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ അതോടൊന്ന് പഠിച്ചു വെച്ചോ. COVID-19 എതിരെ ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. അപ്പോൾ എന്തിനാണ്? COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കാരങ്ങളെക്കുറിച്ച്. എന്തിനെക്കുറിച്ചാണ്? ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് 2 പേർക്കും ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമുക്കറിയാം, നോബൽ പ്രൈസ് ലഭിക്കുന്നവരുടെ എല്ലാം പേരുകൾ നമുക്ക് വളരെ പാടാണ് പഠിച്ചെടുക്കാൻ. നമ്മൾ വേറെ പല കാര്യങ്ങൾ പഠിക്കുന്നതിനോട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി നിൽക്കത്തില്ല. അപ്പം നമ്മൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു കോഡുകളോ കാര്യങ്ങളോ വെച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്കതൊരു എപ്പോഴും അതൊരു ഓർത്തിരിക്കാൻ സാധിക്കത്തുള്ളൂ. പരീക്ഷ ടൈമിൽ പോലും നമുക്ക് ഓർത്തിരിക്കാനുള്ള ഇത് വരത്തില്ല. അതിന് ഞാൻ ഒരു കോഡുണ്ട്. ആ കോഡ് ഞാൻ പറയാം. നമ്മുടെ ഡ്രൂ വൈസ്മാൻ്റെ നമുക്ക് നോക്കാം. ആ കോഡ് എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഡ്രൂ വൈസ്മാൻ്റെ വെയ്സ് അത് വെയിറ്റായിട്ട് അങ്ങ് കണക്കാക്കുവാൻ. അതുപോലെ തന്നെ കാറ്റലിൻ കരീക്കോ ഇല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കോഡ് ഇത്രയേ ഉള്ളൂ. കേറിക്കോ വെയിറ്റ് നോക്കട്ടെ മിസ്റ്റർ. ഈ കേറിക്കോ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ കാറ്റലിൻ കരീക്കോ കേട്ടോ. കേറിക്കോ കണ്ടോ, കേറിക്കോ എന്നങ്ങ് കണക്ട് ചെയ്തോ. ഡോക്ടർ കാറ്റലിൻ കാരിക്കോയാണ് നമ്മൾ കേറിക്കോ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡ്രൂ വൈസ്മാനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കേറിക്കോ വെയിറ്റ് നോക്കട്ടെ മിസ്റ്റർ MR അല്ലേ. മിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. അപ്പോൾ ജീവിതത്തിൽ നിങ്ങളിത് മറക്കല്ലേ. ഇനി അടുത്ത് വരുന്ന പരീക്ഷയ്ക്കെല്ലാം ഇത് ചോദിക്കും. അപ്പോൾ ഇത് മറക്കല്ലോ. ഒന്നുകൂടെ ഞാൻ പറയാം. കേറിക്കോ വെയിറ്റ് നോക്കട്ടെ മിസ്റ്റർ. വൈദ്യശാസ്ത്രമാണ്. കേറിക്കോ വെയിറ്റ് നോക്കട്ടെ മിസ്റ്റർ. കേറിക്കോ എന്താണ്? കാറ്റലിൻ കരീക്കോ. വെയിറ്റ് എന്താണ്? വൈസ്മാൻ. വെയിറ്റ് നോക്കട്ടെ മിസ്റ്റർ എന്താണ്? COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. ക്ലിയർ അല്ലേ? കേറിക്കോ വെയിറ്റ് നോക്കട്ടെ മിസ്റ്റർ. ഇനി മറക്കല്ല്. വൈദ്യശാസ്ത്രം 1 മാർക്ക് ഉറപ്പാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ഭൗതികശാസ്ത്രം, ഫിസിക്സിൽ ഈ വട്ടം 2023 3 പേർക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? പിയറി അഗസ്റ്റിനി, ടുണീഷ്യ ആണ് സ്വദേശം. പിയറി അഗസ്റ്റിനി ടുണീഷ്യ, അതുപോലെ തന്നെ ഫെറൻസ് ക്രോസ് ഹംഗറി, അതുപോലെ തന്നെ ആൻ ലൂലിയർ ഫ്രാൻസ് കേട്ടോ. അപ്പോൾ പിയറി അഗസ്റ്റിനി, ഫെറൻസ് ക്രോസ്, ആൻ ലൂലിയർ, ഇവർക്ക് 3 പേർക്കുമാണ് ഭൗതികശാസ്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ എന്താണ് വിഷയം? വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശത്തിൻ്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് പുരസ്കാരം. അവർ രൂപപ്പെടുത്തിയ
രൂപപ്പെടുത്തിയ പരീക്ഷണങ്ങൾ വഴി ആറ്റോ സെക്കൻഡ് തലത്തിലുള്ള പ്രകാശ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. അപ്പോൾ എന്തൊക്കെയാണ്? പ്രകാശത്തിൻ്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് പുരസ്കാരം. അപ്പോൾ പ്രകാശത്തിൻ്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് നമ്മുടെ ഈ 3 പേർക്കും ഭൗതികശാസ്ത്രത്തിന് പുരസ്കാരം ലഭിച്ചത്. അവർ രൂപപ്പെടുത്തിയ പരീക്ഷണങ്ങൾ വഴി ആറ്റോ സെക്കൻഡ് തലത്തിലുള്ള പ്രകാശ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. അപ്പോൾ ആറ്റോ സെക്കൻഡ് തലത്തിലുള്ള പ്രകാശ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. ആ ഒരു കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് 3 പേർക്കും കിട്ടിയത്. അപ്പോൾ ഇത് നമുക്കൊരു കോഡ് രീതിയിൽ തന്നെ ഓടിച്ചങ്ങ് പഠിക്കാം. അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ട്. ഈ അഗോസ്തിനിയില്ലേ, അഗോസ്തിനിയുടെ പിയറി അഗോസ്തിനിയുടെ അഗസ്തിനി ഇങ്ങനെ എടുത്തു കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണേ. അഗസ്തിനി ഇഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഫെറൻസ് ക്രോസിൻ്റെ ക്രോസ് അങ്ങ് എടുത്തു. പിന്നെ ലൂലിയർന്ന് ഒന്ന് കണക്ട് ചെയ്തു. അപ്പോൾ ഇത് 3 കണക്ട് ചെയ്ത് നമുക്കൊരു കോഡ് ഉണ്ടാക്കാം. അഗോസ്റ്റിനി എങ്ങനെ എടുക്കാം നമുക്ക്? ആഗോസ്റ്റ് കേട്ടോ. അഗോസ്റ്റിനി എന്താണ്? ആഗോസ്റ്റിനെ കാണുമ്പോൾ ക്രോസ് എന്താണ്? കുരിശ്. ഞാൻ പറഞ്ഞുതരാം. ആഗോസ്റ്റിനെ കാണുമ്പോൾ കുരിശ് കാണിച്ചിട്ട് ഹാലേലൂയ പറയുക കേട്ടോ. അഗോസ്റ്റിനി പിയറി അഗോസ്റ്റിനിയാണ് ആഗോസ്റ്റിനെ കാണുമ്പോൾ കുരിശ്, ക്രോസ്, ഫെറൻസ് ക്രോസിനെ കുരിശായിട്ട് കണക്കാക്കുക. കൈ ക്രോസ് വെക്കുന്നതല്ലേ കുരിശ്, കൈ രണ്ടും ക്രോസ് വെക്കുന്നതല്ലേ, അപ്പോൾ ക്രോസ് വെക്കുന്നതല്ലേ കുരിശ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോ, ആഗോസ്റ്റിനെ കാണുമ്പോൾ കുരിശ് കാണിച്ചിട്ട് ഹാലേലൂയ. ഈ ലൂലിയറിനെ നമ്മൾ ലൂലിയർ എന്ന് പറയുന്നതിനെ ഹാലേലൂയ എന്ന് കൊടുത്താൽ ഹാലേലൂയ എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. കാണിച്ചിട്ട് ഹാലേലൂയ പറയുക. അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അറ്റാക്ക് വരും. എന്താണ്? സെക്കൻഡുകൾ കൊണ്ട് അറ്റാക്ക് വരും. ഇവരുടെ കണ്ടുപിടുത്തം എന്താണ്? ആറ്റോ സെക്കൻഡ് തലത്തിലുള്ള പ്രകാശ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു ഇവരുടെ കണ്ടുപിടുത്തൽ കൊണ്ട്. അപ്പോൾ കോഡ് എന്താണ്? ഞാൻ ഒന്നുകൂടെ പറയാം. ആഗോസ്റ്റിനെ കാണുമ്പോൾ കുരിശ് കാണിച്ചിട്ട് ഹാലേലൂയ പറയുക. അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അറ്റാക്ക് വരും. ആഗോസ്റ്റ് എന്താണ്? പിയറി അഗോസ്റ്റിനി. കാണുമ്പോൾ കുരിശ് എന്താണ്? ഫെറൻസ് ക്രോസ്. കാണിച്ചിട്ട് ഹാലേലൂയ എന്താണ്? ലൂലിയർ കേട്ടോ. അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അറ്റാക്ക് വരും. എന്ന് പറയുമ്പോൾ എന്താണ്? ആറ്റോ സെക്കൻഡ് തരത്തിലുള്ള പ്രകാശ സ്പന്ദനങ്ങൾ ഇവർ സൃഷ്ടിക്കാൻ സാധിച്ചു ഇവരുടെ കണ്ടുപിടുത്തം മൂലം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഭൗതികശാസ്ത്രം 3 പേർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയത്. പിയറി അഗോസ്റ്റിനി, ഫെറൻസ് ക്രോസ് ആൻഡ് ലൂലിയർ. വിഷയം എന്താണ്? ആറ്റോ സെക്കൻഡ് തലത്തിലുള്ള പ്രകാശ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു ഇവരുടെ കണ്ടുപിടുത്തം മൂലം. ക്ലിയർ അല്ലേ? ഭൗതികശാസ്ത്രം ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് രസതന്ത്രം നോക്കാം. രസതന്ത്രം 3 പേർക്കാണ് 2023 നോബൽ പ്രൈസ് ലഭിച്ചത്. ഫസ്റ്റ് മൗഗി ബാവണ്ടി, ഫ്രാൻസ്. അതുപോലെ രണ്ടാമത്തെ ആരാണ്? ലൂയി ബ്രൂസ്, USA. അതുപോലെ തന്നെ മൂന്നാമത്തെ അലക്സി എക്കിമോവ്, റഷ്യ കേട്ടോ. ഇവരുടെ കണ്ടുപിടുത്തം എന്താണ്? ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ്. അപ്പോൾ ഈ പേരൊക്കെ ഓർത്തിരിക്കാൻ നമുക്ക് ഇതിനും ഒരു കോഡുണ്ട്. എല്ലാത്തിനും നമ്മൾ കോഡുണ്ട്. അപ്പോൾ രസതന്ത്രത്തിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ബാവണ്ടി ഇല്ലേ, മൗഗി ബാവണ്ടിയുടെ ബാവണ്ടി നമ്മൾ എടുക്കുക. ബാവണ്ടി എടുത്തു. ലൂയി ബ്രൂസിൻ്റെ ബ്രേസ് എടുത്തു കേട്ടോ. പിന്നെ അലക്സി എക്കിമോവും അങ്ങ് എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇത് വെച്ചൊരു കോഡ് കണക്ട് ചെയ്യാം. ഫസ്റ്റ് ഈ ലൂയി ബ്രോസ് ആണ്. ഞാൻ കോഡ് പറയാം. ബ്രോസ് വണ്ടി ഒന്ന് തരുമോ മൂവി കാണാൻ പോവാനാണ്. ബ്രോസ് എന്താണ്? ലൂയി ബ്രോസ് കേട്ടോ. ബ്രോസ് നമ്മൾ അഭിസംബോധന ചെയ്യത്തില്ലേ? ബ്രോസ് ബ്രദേഴ്സ് എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ബ്രോസ് എന്താണ്? ലൂയി ബ്രോസ് വണ്ടി ഒന്ന് തരുമോ. വണ്ടി എന്താണ്? മൗഗി ബാവണ്ടി. അതിനകത്ത് ഒരു വണ്ടി ഇല്ലേ? മൗഗി ബാവണ്ടി വണ്ടി. അപ്പം ബ്രോസ് വണ്ടി ഒന്ന് തരുമോ മൂവി കാണാൻ പോവാനാണ്. മൂവി എന്താണ്? അലക്സി എക്കിമോവ് മൂവിയായിട്ട് കണക്ട് ചെയ്തോ. അലക്സി എക്കിമോവ് മൂവിയായിട്ട്. ബ്രോസ് വണ്ടി ഒന്ന് തരുമോ മൂവി കാണാൻ പോവാനാണ്. ഇത്രയും ക്ലിയർ ആയേ? കണക്റ്റഡ് ആയേ? ബ്രോസ് വണ്ടി ഒന്ന് തരുമോ മൂവി കാണാൻ പോകാനാണ്. അപ്പോൾ ഇവർ കാണാൻ പോയ മൂവി ഏതാണ്? നമ്മുടെ രസതന്ത്രം എന്ന് പറഞ്ഞൊരു മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. രസതന്ത്രം എന്ന് അതായത് നമ്മുടെ ലാലേട്ടൻ, അതായത് മോഹൻലാൽ അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്, ഒരു സിനിമയാണ് ഈ രസതന്ത്രം എന്ന് പറഞ്ഞ മൂവി. അതായത് എന്താണ്? മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ്. മോഹൻലാൽ, മീര ജാസ്മിനും ഒക്കെ അഭിനയിച്ചൊരു സിനിമയാണ് രസതന്ത്രം എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ രസതന്ത്രം ഓൾറെഡി ഒരു മൂവിയാണ്. അപ്പോൾ ഇവർ കാണാൻ പോയ സിനിമയുടെ പേരെന്താണ്? രസതന്ത്രം. ഇപ്പോൾ കണക്ട് ചെയ്യുക. ബ്രോസ് വണ്ടി ഒന്ന് തരുമോ മൂവി ഒന്ന് കാണാൻ പോവാനാണ്. ഏതാണ് ആ പടം? ഏതാണ് ആ മൂവി? രസതന്ത്രം. ക്ലിയർ അല്ലേ? രസതന്ത്രം, ലാലേട്ടൻ്റെ പടം രസതന്ത്രം. ക്ലിയർ അല്ലേ? ബ്രോസ് വണ്ടി ഒന്ന് തരുമോ മൂവി ഒന്ന് കാണാൻ പോകാനാണ്. ഏതാണ് ആ സിനിമ? രസതന്ത്രം. അപ്പോൾ രസതന്ത്രത്തിന് 2023 നോബൽ പ്രൈസ് ലഭിച്ച ആർക്കൊക്കെയാണ്? മൗഗി ബാവണ്ടി, ലൂയി ബ്രൂസ്, അലക്സി എക്കിമോവ്.
ക്ലിയർ അല്ലേ? എന്താണ് വിഷയം? എന്താണ്? ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് പുരസ്കാരം. ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് പുരസ്കാരം. അതുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോ. ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് പുരസ്കാരം. അടുത്ത നമുക്ക് സാഹിത്യം നോക്കാം. സാഹിത്യത്തിന് ആരാണ് നോബൽ പ്രൈസ് ലഭിച്ചത്? ഒറ്റ ഒരാളേ ഉള്ളൂ, പഠിക്കാൻ എളുപ്പമാണ്, ജോൺ ഫൊസെ. അപ്പം 2023 നോബൽ പ്രൈസിൽ സാഹിത്യ വിഭാഗത്തിൽ നോബൽ പ്രൈസ് ലഭിച്ച ഒറ്റൊരു മനുഷ്യനേ ഉള്ളൂ. അപ്പോൾ അയാളുടെ പേരെന്താണ്? ജോൺ ഫൊസെ. ഏത് രാജ്യക്കാരനാണ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ജോൺ ഫൊസെ നോർവേക്കാരനാണ്. കാരണം ഒറ്റ ഒരാളെ ഉള്ളതുകൊണ്ട് രാജ്യം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സാഹിത്യം ആരാണ്? ജോൺ ഫൊസെ. ഏതാണ്? നോർവേക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു നോർവീജിയൻ നാടകകൃത്തും നോവലിസ്റ്റുമാണ്. അപ്പം ജോൺ ഫൊസെ എന്ന് പറഞ്ഞ ആൾ എന്താണ്? നോർവീജിയൻ നാടകകൃത്തും നോവലിസ്റ്റും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലാണ് റെഡ് ബ്ലാക്ക് കേട്ടോ. അപ്പം ജോൺ ഫൊസയുടെ ആദ്യ നോവലിൻ്റെ പേരെന്താണ്? റെഡ് ബ്ലാക്ക്. അതുപോലെ തന്നെ ആദ്യ നാടകമാണ് ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ്. പിന്നെ പ്രധാന രചനകളാണ് സെപ്റ്റോളജി. അതൊരു സെപ്റ്റോളജി എന്ന് പറഞ്ഞ രചനയാണ്. അത് 3 വാല്യങ്ങളായിട്ടാണ് ഈ നോവൽ പുറത്തിറക്കിയത്. ആ വാല്യങ്ങൾ ദ അതർ നെയിം, അതുപോലെ തന്നെ ഐ ഈസ് അനദർ, എ ന്യൂ നെയിം എന്നിങ്ങനെ 3 വാല്യങ്ങളായാണ് ഈ നോവൽ പുറത്തിറങ്ങിയത്. പിന്നെ നാടകമാണ് അലീസ് അറ്റ് ദ ഫയർ ആൻഡ് സമ്മൺ ഈസ് ഗോയിങ് ടു കം ആണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് സാഹിത്യത്തിന് നോവൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ജോൺ ഫൊസെ, നോർവേക്കാരനാണ്. ഇദ്ദേഹം ഒരു നോർവീജിയൻ നാടകകൃത്തും നോവലിസ്റ്റുമാണ്. ആദ്യ നോവൽ റെഡ് ബ്ലാക്ക്, ആദ്യ നാടകം ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ്. പിന്നെ പ്രധാന രചനയായിട്ട് സെപ്റ്റോളജിയോട് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, ഈ ഒരു സാഹിത്യത്തിൻ്റെ ബേസിൽ കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച ഒറ്റ ഒരാൾക്കേ ഉള്ളൂ, പഠിക്കാൻ എളുപ്പമാണ്, ക്ലോഡിയ ഗോൾഡിൻ. എന്താണ്? എവിടുത്തുകാരിയാണ്? അമേരിക്കക്കാരിയാണ് കേട്ടോ, ക്ലോഡിയ ഗോൾഡിൻ. ഇത് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. അതായത് സാമ്പത്തിക ശാസ്ത്രമല്ലേ. ഈ ഗോൾഡിനകത്ത് തന്നെ ഗോൾഡ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഈ ക്ലോഡിയ ഗോൾഡിനകത്ത് തന്നെ ഗോൾഡ് ഉണ്ട്. ഈ ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു സമ്പത്തല്ലേ, നമ്മുടെ സമ്പത്തല്ലേ. അത് വെച്ചാൽ കണക്ട് ചെയ്തോ. സാമ്പത്തിക ശാസ്ത്രം 2023 നോബൽ പ്രൈസ് ലഭിച്ച ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ. ഏത് രാജ്യക്കാരിയാണ്? അമേരിക്കക്കാരിയാണ്. അമേരിക്കക്കാർക്കല്ലേ സമ്പത്ത് കൂടുതൽ, അങ്ങനെ കണക്ട് ചെയ്തോ. ക്ലോഡിയ ഗോൾഡിൻ അമേരിക്കക്കാരി, സാമ്പത്തിക ശാസ്ത്രം, നോബൽ 2023. പിന്നെ വിഷയം എന്താണ്? അതുകൊണ്ടൊന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലും കണക്കിലെടുത്താണ് പുരസ്കാരം. അപ്പോൾ സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് പുരസ്കാരം. സ്ത്രീകളുടെ തൊഴിൽ വിപണി, ഇവർ ഓൾറെഡി ഒരു സ്ത്രീയാണല്ലോ, ക്ലോഡിയ ഗോൾഡിൻ. അപ്പോൾ അവർ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ നേടുന്ന 3ാമത്തെ വനിത കൂടിയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സാമ്പത്തിക ശാസ്ത്രം ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ. ഏത് രാജ്യക്കാരിയാണ്? അമേരിക്ക. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് പുരസ്കാരം. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ നേടുന്ന 3ാമത്തെ വനിത കൂടിയാണ് നമ്മുടെ ഈ ക്ലോഡിയ ഗോൾഡിൻ. ഇനി അടുത്തത് സമാധാനത്തിനുള്ള പുരസ്കാരമാണ്. സമാധാനത്തിനുള്ള പുരസ്കാരം ഒറ്റൊരാക്കേ ഉള്ളൂ, നർഗീസ് മുഹമ്മദിയാണ്. ഇറാൻ രാജ്യക്കാരിയാണ് നർഗീസ് മുഹമ്മദി. അപ്പോൾ ഇവർ ഇറാനിലെ ഒരു മാധ്യമപ്രവർത്തകയാണ്. അതുപോലെ തന്നെ ഇവർക്ക് 2023 UN പ്രസ് ഫ്രീഡം പ്രൈസും ലഭിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയാം, 2023 നോബൽ സമാധാനത്തിനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? നർഗീസ് മുഹമ്മദി. ഇറാനിയാണ് നർഗീസ് മുഹമ്മദി. ഇവർ ഇറാൻ രാജ്യക്കാരിയാണ്. ഇറാനിലെ ഒരു മാധ്യമപ്രവർത്തകയും സോഷ്യൽ ആക്ടിവിസ്റ്റും ഒക്കെയാണ് ഈ നർഗീസ് മുഹമ്മദി. ഇവർക്ക് 2023 UN പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ 6 വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചു. അപ്പോൾ ഇതിന്ന് ഒരു മാർക്ക് വളരെ ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ഓർത്ത് വെക്കേണ്ടതാണ്, നോബലിൻ്റെ പുതുക്കിയ സമ്മാനത്തുക ചിലപ്പോഴെങ്ങാനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. LDC പോലുള്ള എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും നോക്കി വെച്ചോ. നോബലിൻ്റെ പുതുക്കിയ സമ്മാനത്തുകയാണ് 11 മില്യൺ സ്വീഡിഷ് ക്രോൺ കേട്ടോ. അപ്പം നോബലിൻ്റെ പുതുക്കിയ സമ്മാനത്തുക എത്രയാണ്? 11 മില്യൺ സ്വീഡിഷ് ക്രോൺ കേട്ടോ. 11 മില്യൺ സ്വീഡിഷ് ക്രോൺ ആണ് നോബലിൻ്റെ പുതിയ സമ്മാന തുകയായിട്ട് വരുന്നത്. അപ്പം നോബൽ പ്രൈസ് 2023 നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചു. കോഡെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കണം. അടുത്ത ഘട്ടം LDC എഴുതുന്ന കൂട്ടുകാർക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോബൽ പ്രൈസ് ചോദിക്കാതെ പോകത്തില്ല. അടുത്ത എക്സാംസിനൊക്കെ ചോദിക്കും. കാരണം കഴിഞ്ഞ എക്സാമിനും അതിന് മുമ്പത്തെ എക്സാമിനും നോബൽ പ്രൈസ് ചോദിച്ചിട്ടില്ല. അപ്പോൾ ചാൻസ് കൂടുതലാണ് നോബൽ പ്രൈസ്. അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. മാക്സിമം നിങ്ങൾ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.